അങ്ങനെ നമ്മുടെ സതിയുടെ 16ാമത്തെ എപ്പിസോഡാണ്. പിറ്റേന്ന് രാവിലെ ലീല അമ്പലത്തിലേക്ക് പോയി. ചെന്നപ്പോൾ അവിടെ ആൽത്തറയിലടുത്ത് സതിയും ശിവനും നിൽക്കുന്നത് ലീല കണ്ടു. അമ്മയെ കണ്ട ഉടനെ സതി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ലീലയും മോളെ കെട്ടിപ്പിടിച്ചു. സതി പൊട്ടിക്കരഞ്ഞു. അമ്മ പറഞ്ഞു, പോട്ട് കരയേണ്ട മോളെ എന്ന് പറഞ്ഞു. രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. ഇത് നോക്കി ശിവൻ നിൽക്കുകയായിരുന്നു. അമ്മ എന്നോട് ക്ഷമിക്കണോ അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കൂ, ഞാൻ അമ്മയോട് തെറ്റാണ് ചെയ്തത്, അച്ഛനോടും. ഇനിയിപ്പോൾ വന്നതൊക്കെ വന്നു പറഞ്ഞിട്ട് എന്തൊരു കാര്യം? നിൻ്റെ ജീവിതം നീയല്ലേ തിരഞ്ഞെടുത്തത്, നിനക്ക് സന്തോഷമായി നീ ജീവിക്കുന്നുണ്ടല്ലോ, അത് മതി എനിക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയുടെ കയ്യിൽ ഇതെന്താ പൊതി? ഇത് കുറച്ച് പലഹാരമാണ്, നിനക്ക് തരാൻ ഞാൻ കൊണ്ടുവന്നതാണ്, ഇത് മോള് കഴിക്കണം. അമ്പലത്തിൽ തൊഴുതു? ഓ, അമ്പലത്തിൽ തൊഴുതു. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ, ശിവന് ജോലിക്കും പോകണം. അങ്ങനെ ശിവൻ അടുത്തേക്ക് വന്നു. ഇതാണ് ശിവൻ. അന്നവിടെ വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു, പേരൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണേ മോനെ എന്ന് പറഞ്ഞ്. ഞാൻ സതിയെ പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞു. ലീല സതിയോട് പറഞ്ഞു, ഓടയും ചാടയും ഒന്നും ചെയ്യരുത്, കുഞ്ഞ വയറ്റിൽ കിടപ്പുണ്ട്, അതിനെ സൂക്ഷിക്കണം നല്ലതുപോലെ. എനിക്ക് ഒരു വിഷമേ ഉള്ളൂ, നിൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഈ സമയത്ത് അമ്മയുടെ സ്നേഹമാണ് നിനക്ക് വേണ്ടത്, അത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അമ്മ വിഷമിക്കേണ്ട, എനിക്ക് എല്ലാത്തിനും സഹായത്തിന് അവിടെ ചെല്ലമ്മയുണ്ട്, അതും ഉണ്ട്, അമ്മ വിഷമിക്കേണ്ട എന്ന് ലീലയോട് സതി പറഞ്ഞു. ശരി എന്ന് ലീല പറഞ്ഞു. എങ്കിൽ പിന്നെ പോട്ടെ ഓ എന്ന് പറഞ്ഞ് സതിയും ഭർത്താവും കാറിൽ കയറി യാത്രയായി. ലീല അമ്പലത്തിൽ കയറി തൊഴുതു. അതിനുശേഷം വീട്ടിലേക്ക് ചെന്നു. ഉമ്മറവാതൽക്കൽ ഭർത്താവ് കസാരയിൽ ഇരിക്കുകയായിരുന്നു. രവി, എന്താ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയത്? ഒരു ചായ ഇട്ടതിന് ശേഷം നിന്നെ കണ്ടില്ല, നീ അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞൊരു പോക്ക് പോയതാണല്ലോ. കാപ്പി ഒന്നും റെഡിയായില്ല, കാപ്പി ഇപ്പോൾ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. എന്തോ മനസ്സിനൊരു സന്തോഷം പോലെ. എനിക്കൊരു സന്തോഷവുമില്ല എന്നും പറഞ്ഞ് ലീല അകത്തേക്ക് കയറിപ്പോയി. അതിനുശേഷം അടുക്കളയിൽ വന്ന് ദോശ ചുടുകയും കറി ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് രവിയോട് പറഞ്ഞു, വാ കാപ്പി എടുത്തു വെച്ചു, നിങ്ങൾ വന്ന് കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. ശരി എന്ന് രവി പറഞ്ഞു, ഇന്നലെ മോളെ കാര്യം പറഞ്ഞ് നിനക്കത്ര ഇഷ്ടപ്പെട്ടില്ല, അതിന് മുഖത്ത് ഒരു കൊട്ട മോന്തയാ എന്നോട് അല്ലേ എന്ന് പറഞ്ഞു. എനിക്ക് ആരോടും ഒരു മോന്തയുമില്ല എന്ന് ലീല പറഞ്ഞു. അങ്ങനെ അമ്പലത്തിൽ നിന്നും സതിയും ശിവനും വീട്ടിൽ വന്നു. ബെല്ലടിച്ചപ്പോൾ ചെല്ലമ്മയമ്മ വന്ന് കതവ് തുറന്നു. സതി പെട്ടെന്ന് ചെല്ലമ്മയമ്മയെ കെട്ടിപ്പിടിച്ചു. ചെല്ലമ്മയമ്മ അന്തം വിട്ടു. എന്താ മോളെ ഇത്ര സന്തോഷം? ഞാൻ എൻ്റെ അമ്മയെ കണ്ടു, അമ്മയോട് സംസാരിച്ചു, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ചെല്ലമ്മയമ്മയോട് പറഞ്ഞു. അമ്മയെ കണ്ടതിൻ്റെ സന്തോഷമാണോ മോക്ക് ഇത്രയും? അതേ ചെല്ലമ്മയമ്മ, ഞാനും എൻ്റെ അമ്മയും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഇത്രയും ദിവസം ഞങ്ങൾ പിണങ്ങിയും മിണ്ടാതെയും കാണാതെ ഇരുന്നിട്ടില്ല. കണ്ടതിൻ്റെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ മോക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാ പിണക്കവും മാറുമെന്ന്. അച്ഛൻ്റെ പിണക്കം മാറിയില്ല എന്ന് പറഞ്ഞു. അതൊക്കെ മാറിക്കോളും, മോൾ വിഷമിക്കേണ്ട. എന്തായാലും ശിവന് ഓഫീസിൽ പോകാൻ സമയമായി, ചെന്ന് ഡ്രസ്സൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞു. കുഞ്ഞെ, ഞാൻ കാപ്പി എടുത്ത് വയ്ക്കാം, മോൻ പോയിട്ട് പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശിവനും സതിയും കൂടി റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് ശിവൻ ഡ്രസ്സ് മാറിക്കൊണ്ട് നിന്നപ്പോൾ സതി പറഞ്ഞു, ശിവ, എനിക്കിന്ന് ഭയങ്കര സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം. ഞാൻ ഭാഗ്യവതിയാണ്, എനിക്കൊരു കുഞ്ഞും എൻ്റെ അമ്മയും ഒക്കെ എന്നോടിപ്പോൾ എന്ത് സ്നേഹമാണ്. നാളെ അച്ഛനും ആ കെറുവൊക്കെ കളയുമായിരിക്കും എന്ന് ശിവനോട് ചോദിച്ചു. ശിവൻ പറഞ്ഞ്, അച്ഛൻ ആ കെറുവൊക്കെ കളയും, ഒരു കുഞ്ഞാകുമ്പോൾ അച്ഛനും കെറു കളഞ്ഞ് നിന്നെ കാണാൻ വരും, നീ വിഷമിക്കേണ്ട. എന്തായാലും എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി, കാപ്പിയും കുടിച്ചിട്ട് പോവാം, നീയും വാ, നിനക്കും കാപ്പി കുടിക്കും. എനിക്കിപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് ഞാൻ കുടിച്ചോളാം, ശിവൻ കുടിക്കും, ഞാൻ അവിടെ വന്നിരിക്കാം എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടി റൂമിൽ നിന്നും പുറത്തിറങ്ങി കാപ്പി കുടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ ചെല്ലമ്മയമ്മ പറഞ്ഞു, കാപ്പി എടുക്കാം, മോളും ഇരിക്കും. എനിക്കിപ്പോൾ വേണ്ട അമ്മേ, ഇച്ചിരി കഴിയട്ടെ, പിന്നെ ഞാൻ കാപ്പി കുടിച്ചോളാം എന്ന് ചെല്ലമ്മയമ്മയോട് പറഞ്ഞു. ശിവൻ കഴിക്കട്ടെ മോളെ, രാവിലെ കഴിക്കണം, എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടും. അതൊന്നും കുഴപ്പമില്ല, രാവിലെ തന്നെ ഗർഭിണികൾ ആഹാരം കഴിച്ചേ പറ്റുള്ളെന്നും പറഞ്ഞ് ചെല്ലമ്മയമ്മ ശിവൻ്റെ കൂടെ നിർബന്ധിച്ചിരുത്തി. ഒരെണ്ണമെങ്കിലും മോള് കഴിക്കും, പിന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശിവനും സതിയും കൂടി കാപ്പി കുടിച്ച് അതിനുശേഷം ശിവനെ അവൾ യാത്രയാക്കി. വൈകിട്ട് കാണാം, നേരത്തെ വരണേ ഓ എന്ന്. ബാക്കി കഥയുമായി അടുത്ത എപ്പിസോഡിൽ